നമസ്കാരമുണ്ട്. നമ്മൾ മലയാളികളുടെ ആഹാരശൈലിയിൽ നിന്നും ഒഴിച്ചുകൂട്ടാൻ മേലാത്ത 3 കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നോൺ വെജിറ്റേറിയൻസിന്റെ കാര്യമാണ്. അതിനകത്ത് അരി, മീൻ, മത്സ്യം, കടൽ മത്സ്യമല്ലേ, കായൽ മത്സ്യം, വെളിച്ചെണ്ണ. ഈ 3 കാര്യത്തിലും മായം ഭയാനകമായ രീതിയിലുള്ള നമുക്ക് അറിവ് പോലും ഇല്ലാത്ത വിഷങ്ങൾ കലർത്തിയുള്ള മായങ്ങൾ വന്ന് കലർത്താൻ തുടങ്ങി. നാളിതുവരെ ഒരു നിയമപാലകരോ ഒരു സംവിധാനമോ ഒരു ഭരണ സംവിധാനമോ ഇതിനെതിരെ ഈ മായം കലർത്തുന്നതും തന്മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തിനെ പറ്റിയും ഒട്ടും തന്നെ നടപടിയെടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കൊല്ലത്ത് ഒരു സ്ത്രീ ചൂരമീൻ കഴിച്ച് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മത്സ്യം, ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യസമ്പത്തിൽ ഏറ്റവും ഗുണമുള്ള ഒരു മീനാണ്. ആ മീൻ കഴിച്ച് മരണപ്പെടുക എന്നുള്ളത് ഭയങ്കര ആശങ്ക ഉളവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 9-ാം തീയതി ഈ ട്രോളിംഗ് നിരോധനം വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പം തന്നെ മത്സ്യത്തിന്റെ ലഭ്യത കുറവാണ്. ആ കിട്ടുന്ന മത്സ്യങ്ങൾ എല്ലാം വിഷങ്ങൾ കലർത്തിയ മത്സ്യങ്ങളാണെന്നുള്ളത് നമ്മൾ കഴിക്കുമ്പോൾ അറിയാം, അല്ലെ? നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദിലായിരിക്കാം, വയറ്റ് തൂറ്റലായിരിക്കാം, ഇങ്ങേറ്റം മരണം വരെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്. അതിനോടിടയ്ക്കാണ് ട്രോളിംഗ് നിരോധനം വരുന്നത്. ഒരു വർഷം 2 വർഷം മുമ്പെങ്ങാണ്ട് ഈ ഒരു വാർത്ത വന്നായിരുന്നു. അതായത് ഫുഡ് സേഫ്റ്റി ഒരു പേപ്പർ ഇറക്കി, അതുകൊണ്ട് നമുക്ക് മത്സ്യത്തിനകത്ത് ഫോർമലിൻ അല്ലെങ്കിൽ കെമിക്കൽ രാസവസ്തുക്കൾ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു ന്യൂസ് വന്നായിരുന്നു. ക്യാൻസർ പഠനത്തിനുള്ള അന്താരാഷ്ട്ര ഏജൻസി ക്യാൻസറിന് കാരണമായേക്കാവുന്ന വസ്തുക്കളുടെ കൂട്ടത്തിലാണ് ഫോർമാൽഡിഹൈഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമോണിയ അടങ്ങിയ പദാർത്ഥങ്ങളുടെ ഉപയോഗം വായ, തൊണ്ട, അന്നനാളം, ആമാശയം എന്നിവിടങ്ങളിൽ മുറിവുകൾ ഉണ്ടാകാൻ കാരണമാകും. മീൻ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി ഇവ രണ്ടും ഉപയോഗിക്കുന്നുവെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിലാണ് മീനുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ തിരിച്ചറിയാനുള്ള കിറ്റ് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പേപ്പർ സ്ട്രിപ്പും രാസലായനിയും കളർചാർട്ടും അടങ്ങിയതാണ് കിറ്റ്. Take this strip and suppose the fish is there, contaminated fish, whatever it is, you can just, smear this, right? It's a dropper actually. You take this and pour 1 drop onto this. 1-2 മിനിറ്റുകൾക്കുള്ളിൽ പേപ്പർ സ്ട്രിപ്പിന്റെ നിറം മാറിയാൽ മീനിൽ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാം. പേപ്പർ സ്ട്രിപ്പ് കളർ ചാർട്ടുമായി ഒത്തുനോക്കിയാൽ മീനിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണെന്നും മനസ്സിലാക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നാളിതുവരെ ആ പേപ്പർ എവിടുന്ന് കിട്ടുമെന്നോ എങ്ങനെ കിട്ടുമെന്നോ എപ്പോൾ കിട്ടുമെന്നോ ഒന്നും ഉണ്ടായിട്ടില്ല, അറിയത്തില്ല ജനങ്ങൾക്ക്. ഞാൻ ഇതൊന്ന് കിട്ടാൻ വേണ്ടി, ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഞാൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു. അവർ പറഞ്ഞു അവർക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂണ് പോലെ മുളച്ചു വരുന്ന ബേക്കറി സംസ്കാരമാണ് നമ്മുടെ കേരള ജനതയ്ക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വെളിച്ചെണ്ണയുടെ വിഷാംശങ്ങളും മായങ്ങളുമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമാണ്. എനിക്ക് 100% ഉറപ്പ് പറയാം, നമുക്ക് പ്യുവർ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഇവിടെ കേരളത്തിൽ ലഭ്യമല്ല എന്നുള്ളത്. ഈ രീതിയിൽ നമ്മുടെ ആഹാര സംസ്കാരം ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷത്തിനകം കേരളത്തിലെ മൊത്തം ജനങ്ങളും ഭയങ്കര രോഗത്തിന് അടിമകളായി മാറും. തന്മൂലം നമ്മുടെ ശരീരത്തിൽ തന്നെ മരുന്നിനോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ മാറ്റിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് വരുന്ന വലിയൊരു ആശങ്ക. ഒരു ഭരണ സംവിധാനവും ഒരു നിയമ നടപടിയോ ഇതിനെതിരെ പോരാടാനോ നാളിതുവരെ ഒരു പാർട്ടിക്കാരും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുള്ള മായത്തെ പറ്റിയും അത് തന്നെയല്ല വെളിച്ചെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും ഞാൻ ഒരു കണക്ക് വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഈ കണക്ക് വെച്ച് പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2020-21 വരെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വീട്ടില് തേങ്ങ പാട്ടത്തിനെടുത്ത് ഡ്രയറിനകത്ത് വെച്ച് ഉണങ്ങി വെളിച്ചെണ്ണ കൊപ്ര കൊടുത്ത് അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് ഈ വെളിച്ചെണ്ണയുടെ വിലയും തേങ്ങയുടെ വിലയും ക്രമാതീതമായി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, മാർക്കറ്റ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിപ്പോവുകയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ അത് നിർത്തിപ്പോകേണ്ടി വന്നു. അപ്പോൾ എനിക്കറിയാം, 1 കിൻഡല് കൊപ്രയ്ക്കകത്ത്
എത്ര വെളിച്ചെണ്ണ, എത്ര ശതമാനം വെളിച്ചെണ്ണ കിട്ടും, അത് ഏതൊക്കെ മില്ലില്. 2 ടൈപ്പ് മില്ലുണ്ട്. എക്സ്പെല്ലർ ഉണ്ട്, അതിന് തന്നെ ബോൾട്ട് സംവിധാനം വേറെ 8, 16 ബോൾട്ട് സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറൊരു മില്ലുണ്ട്, ചക്കിലാട്ടിയ മില്ല്. അപ്പൊ ഈ എക്സ്പെല്ലറിനകത്ത് നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 65% വെളിച്ചെണ്ണ കിട്ടും. മറിച്ച് ചക്കിലാട്ടിയതിനകത്ത് ആട്ടുകയാണെങ്കിൽ 53-50% വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 2000-2500 തേങ്ങയ്ക്ക് 2000 തേങ്ങ എടുക്കുകയാണെങ്കിൽ, നല്ല നാടൻ തേങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക വെറും 260 വരെ കൊപ്രായ, ഉണങ്ങിയ കൊപ്രായ കിട്ടുള്ളൂ. അതിനകത്ത് 65% എണ്ണയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയും കൊപ്രായുടെ വിലയും അനുപാതികമാണോ ഈ വെളിച്ചെണ്ണയുടെ വില എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വെളിച്ചെണ്ണയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കണക്ക് നോക്കാം, ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയും വെളിച്ചെണ്ണയുടെ വിലയും. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഏകദേശം 250 തൊട്ട് 310 320 റേഞ്ചിലാണ് കിടക്കുന്നത്. 250 വരെ വെളിച്ചെണ്ണ കിട്ടും. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു 1000 തൊട്ട് 1200 നാടൻ തേങ്ങയുണ്ട്. നാടൻ തേങ്ങ എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ നാടൻ തേങ്ങയ്ക്കാണ് എണ്ണയുടെ ലഭ്യത കൂടുതലും. അപ്പോൾ 1000 തൊട്ട് 1200 തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 1 കിൻഡല് കൊപ്രയാണ്. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോ കൊപ്രയാണ്. ഈ 100 കിലോ കൊപ്ര നമ്മൾ എക്സ്പെല്ലറിനകത്ത് ആട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 65 കിലോ വെളിച്ചെണ്ണയാണ് മാക്സിമം കിട്ടുന്നത്. അപ്പോ നമുക്ക് ആ ഒരു കണക്ക് നോക്കാം. ഏകദേശം 1200 തേങ്ങ, അല്ലെങ്കിൽ 1200 തേങ്ങ കൂട്ടിക്കോ. 1200 തേങ്ങ ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തേങ്ങയ്ക്കാണ് വില വീഴുന്നത്. നമ്മൾ ഇത് ഹോൾസെയിൽ അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുമ്പോൾ ഒരു തേങ്ങയ്ക്ക് 25-20 റേഞ്ച് വില വരുന്നുണ്ട്. അപ്പൊ ഒരു 20 രൂപ വില മാക്സിമം അല്ല മിനിമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു 24,000 രൂപ യോളം ആകും ഈ 1200 തേങ്ങയ്ക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെ? 24,000 രൂപയാണ്. 24,000-നെ നമുക്ക് 65 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 370 രൂപയോളം ആകും കിലോയ്ക്ക് വെളിച്ചെണ്ണയുടെ വില വരുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയും 320-ന് മാക്സിമം വിലയ്ക്ക് നമുക്ക്, അല്ലെങ്കിൽ 250 രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തരത്തിലും വെളിച്ചെണ്ണ അല്ല എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ പോയി തിരക്കിയാലും മതി, പാക്കറ്റ് ഇത് ഈ പറയുന്ന 300 താഴെ വിലയുള്ള വെളിച്ചെണ്ണ കിട്ടും. നിങ്ങളുടെ മാർക്കറ്റിൽ പോയി തേങ്ങയുടെ വിലയും കൂടെ ശ്രദ്ധിക്കണം. ഇന്ന് കോട്ടയം മാർക്കറ്റിൽ അല്ലെങ്കിൽ കോട്ടയത്ത് 75 തൊട്ട് 80 രൂപ വരെ കിലോയ്ക്ക് വില വരുന്ന തേങ്ങയ്ക്ക് 300 രൂപയ്ക്ക് താഴെ വെളിച്ചെണ്ണ കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് അല്ലാതെ അച്ഛന് അനുഭവപ്പെട്ട ഒരു വലിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ട് തേങ്ങ ആദ്യകാലത്തില് തേങ്ങ എടുത്ത് ഡ്രയർ വെച്ച് ഉണക്കി കൊപ്രയായിട്ട് വിൽക്കുകയായിരുന്നു. വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കാനില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ കൊപ്ര കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം ഡ്രയറിനൊക്കെ ഒരു കംപ്ലൈന്റ് പറ്റി. അതുകൊണ്ട് ഒരു കിൻഡൽ കൊപ്ര ഒരു പൂപ്പൽ പോലെ വന്നു, ഒരു അകത്ത് കറുപ്പ് പോലെ ഒരു ഫംഗസ് പിടിച്ചു. അന്നേരത്തേന് ആട്ടുന്നയാൾ വന്ന് പറഞ്ഞു, ഇത് നമ്മൾ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ യൂഷ്വലി അതെല്ലാം കരിഞ്ഞു പോയി നല്ല എണ്ണ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ആട്ടി കഴിഞ്ഞപ്പോൾ ഒരു 10-60 കിലോ വെളിച്ചെണ്ണ വന്നു. അപ്പൊ അത് വിൽക്കാൻ വരെ മാർഗങ്ങളൊന്നുമില്ല. ഈ എണ്ണ കൊടുക്കുന്ന വ്യാപാരികളുടെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ എണ്ണ എടുക്കുമോ? അവരൊരിക്കലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. കോട്ടയത്തെ ഒരു വ്യാപാരികളും എടുക്കത്തില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഒരു 10 കിലോ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ എവിടെ പോയി എണ്ണ എടുക്കുമോ എന്ന് ഈ ചെറുകിട വ്യാപാരികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എണ്ണ കൊടുക്കുന്ന വ്യാപാരികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ പറയും എടുക്കത്തില്ല എന്ന്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അനുഭവം വന്നു. അപ്പൊ പുള്ളി എന്താ എടുത്തു? പുള്ളി പത്രത്തിൽ ഒരു പരസ്യം ചെയ്തു, എണ്ണ കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭയക്കുന്ന രീതിയിൽ ഒരു സംഭവം നടന്നു. അതായത് ആലുവ, അങ്കമാലി, മൂവാറ്റുപുഴ, തൃശ്ശൂർ, അവിടുന്ന് അനവധി ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എണ്ണ വ്യാപാരമാണോ? അപ്പൊ അച്ഛൻ പറഞ്ഞു അതെ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ എണ്ണയും ചക്കും കൊണ്ട് സപ്ലൈ ചെയ്യാം. എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് എണ്ണയാണ്, 500 കിലോ 1000 കിലോ എണ്ണയാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഒരു 50 കിലോ കൊപ്രയും കൂടെ മേടിക്കണം. ഈ ചക്കിന്റെ പുറകിൽ ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് അവിടെ ഞങ്ങൾ എണ്ണ റീഫിൽ ചെയ്യും. ഈ വരുന്ന എണ്ണ അന്നത്തെ വെളിച്ചെണ്ണയുടെ മാർക്കറ്റിൽ റേറ്റിന്റെ പകുതിയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന കൊപ്ര എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയുടെ വാതിക്കൽ വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവർ പറഞ്ഞു
1 കിലോ ഈ അവര് തരുന്ന ഈ എണ്ണയ്ക്കകത്ത് 100 ഗ്രാം വെളിച്ചെണ്ണ, പ്യൂർ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി അല്ല, സുഗന്ധം കിട്ടുമെന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വഴിയെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സൈഡിലൊക്കെ കാണാം ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയെന്ന്. നിങ്ങൾ എപ്പോഴേലും ആ വെളിച്ചെണ്ണ സ്ഥാപനത്തിൽ നിന്നും വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തോട്ട് കയറിയിട്ട് അവരുടെ ആ ടാങ്ക് ഒന്ന് പരിശോധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ മേടിച്ച വെളിച്ചെണ്ണ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് ഒറിജിനൽ വെളിച്ചെണ്ണയാണോ എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതായത് 1 കിൻഡല് കൊപ്രയ്ക്ക് വെറും 50 കിലോ വെളിച്ചെണ്ണയെ കിട്ടുള്ളൂ. അപ്പൊ അവർക്ക് എങ്ങനെ മുതലാവും ഈ വിലയ്ക്ക്? അപ്പോ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ നല്ലതാണോ അതോ ഇത് എണ്ണയല്ലേ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മാർഗം നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാം അറിയാവുന്ന ഒരു മാർഗം, അത് നമുക്ക് നോക്കാം. അതിനോടുപരി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്കറിയാം, ഒരു നീല കുപ്പിക്കകത്ത് വരുന്ന ഒരു വലിയൊരു എണ്ണ ബ്രാൻഡ് ഉണ്ട്. അവർ പറയുന്നത് മുടിക്ക് ബലം കിട്ടും, കോപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നത്. ഈ എണ്ണ 1 വർഷത്തോളം തുറന്നു വെച്ചാലും ഈ സാധനം കനയ്ക്കത്തില്ല. ഞാനിത് പറയാൻ കാര്യം, നല്ല എണ്ണയുടെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് അത് തുറന്നു വെച്ച് പിറ്റേ ദിവസം അത് കനയ്ക്കും എന്നുള്ളതാണ്. കാര്യം എന്നാ, ഒരു പ്രകൃതി വിഭവമാണ് എണ്ണ, അത് എളുപ്പം കനയ്ക്കണം. കനച്ചാൽ മാത്രമേ ഉള്ളൂ അത് നല്ല എണ്ണയാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എണ്ണ നമ്മൾ പണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡിസംബർ നവംബർ മാസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാ, എണ്ണ ഉറഞ്ഞിരിക്കും, കട്ടി പിടിച്ചിരിക്കും. അതായത് എണ്ണ എളുപ്പം ഒരു 15-20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കട്ട പിടിക്കും, ഉറയും. അതാണ് എണ്ണയുടെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചന്തയിൽ നിന്നും അല്ലെ വെളിയിൽ നിന്നും എണ്ണ മേടിച്ചിട്ട് ഇച്ചിരി ഒരു ഗ്ലാസ്സിനകത്തെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഉറയുന്നുണ്ടോ എന്ന് നോക്കണം. 90% ഇപ്പം നമ്മുടെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ ഒന്നും ഉറയത്തില്ല. അങ്ങനെ ഉറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അത് വെയിലത്തൊന്ന് വെക്കുക. വെയിലത്ത് വെക്കുമ്പോൾ പഴയ രൂപത്തിലാവുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന കുറെ കരടുകളുണ്ട്, അതായത് ഇങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ആണ് പാരഫിൻ വാക്സ് എന്ന് പറയുന്ന വാക്സ്, അതായത് മെഴുക്. ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ഞാൻ വേറെ പറയാം. ഈ പാരഫിൻ വാക്സിന്റെ ഒന്ന് കട്ടി പിടിച്ചാൽ പിന്നീട് അത് ഉരുകത്തില്ല. അപ്പൊ പാരഫിൻ വാക്സ് അടങ്ങിയ വെളിച്ചെണ്ണ ഉറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചൂടാക്കി അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടിക്കിൾസ് കാണും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം ഈ പതയും, ഈ വെള്ളത്തിലടിയുന്നോട്ട് നല്ല പതയായിരിക്കും വെളിച്ചെണ്ണയ്ക്ക്. പപ്പടമൊക്കെ കാച്ചുമ്പോൾ നല്ല പതയായിരിക്കും വെളിച്ചെണ്ണ. അങ്ങനെ നമുക്ക് ഈ വെളിച്ചെണ്ണ കണ്ടെത്താൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പാരഫിൻ വാക്സ് ഒട്ടനവധിയായിട്ട് പല വെളിച്ചെണ്ണ ബ്രാൻഡുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് പല വെളിച്ചെണ്ണ ബ്രാൻഡുകളും നിരോധിച്ചാൽ തന്നെയും ഒരു 2 മാസം കഴിഞ്ഞ് പൂർവാധികം ശക്തിയിൽ തന്നെ അവര് കിളിർത്ത് കയറി വരും. അപ്പോൾ നമുക്ക് വലിയ ഒരു കൺസേൺ അല്ലെങ്കിൽ ഭയങ്കര ഒരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എണ്ണ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷ നേടാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ ഈ പറയാൻ കാര്യം, ഈ എണ്ണയുടെ ലഭ്യത കുറയാനുള്ള പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിക്കിന്റെ കച്ചവടം കൂടി എന്നുള്ളതാണ്. ഈ കരിക്ക് ഒരു 35 തൊട്ട് 45 രൂപയ്ക്ക് ഒരു കരിക്ക് കിട്ടും. അപ്പൊ കരിക്കും വെള്ളം ആൾക്കാർ അമിതമായിട്ട് കുടിക്കുന്നു, പല ജ്യൂസുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ പറ്റുന്നത്, തേങ്ങയുടെ ലഭ്യത കുറയും. അപ്പൊ എന്താ പറ്റും, തേങ്ങയുടെ വില കൂടും. കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം കരിക്കാണ് അവർക്ക് ലാഭം. കാര്യം തേങ്ങ വിളയേണ്ട സമയം വേണ്ടി വരത്തില്ല കരിക്കിന്. അതുപോലെ തന്നെ തേങ്ങയുടെ ലഭ്യത കുറയും, കൊപ്രയുടെ ലഭ്യത കുറയും. നിങ്ങൾക്ക് സുഹൃത്തുക്കളെ അറിയാം, ഇപ്പോഴത്തെ കാലത്ത് തേങ്ങ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളഞ്ഞ തേങ്ങ കിട്ടത്തില്ല. എല്ലാം കരിക്ക് ലക്ഷണമുള്ള തേങ്ങയാണ്, അല്ലെ? അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ആൾക്കാർ വിചാരിച്ചാൽ വെളിച്ചെണ്ണ നമ്മുടെ വിഭവത്തിൽ നിന്നും അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണയ്ക്ക് വലിയ ഗുണങ്ങളുള്ള ഒരു എണ്ണയാണ്. അതായത് ആരോഗ്യപരമായിട്ട് ഒത്തിരി ഗുണങ്ങളുള്ള എണ്ണയാണ് അത് വെളിച്ചെണ്ണയാണെങ്കിൽ തന്നെ. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ആന്റിബയോട്ടിക്സിന്റെ ക്വാളിറ്റി ഉണ്ട്. ലൗറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. മൈക്രോബിയൽ ആണ്. ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സാധനമാണ്.
അതുപോലെ തന്നെ സ്കിന്നിന്, മുടിക്ക്, ഇതൊക്കെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ. അത് വെളിച്ചെണ്ണയായിട്ട് തന്നെ വേണം. അമിതമായിട്ടുള്ള എന്തൊരു ഭക്ഷ്യവസ്തുവിന്റെ ഉപയോഗം നമുക്ക് ദോഷം ചെയ്യും. അപ്പോ ഞാനിത് പറയാനുള്ള ഈ ഒരു വീഡിയോ നീണ്ടു പോവുകയാണ്, ക്ഷമിക്കണം. പക്ഷെ പറയാൻ ഇനിയും ഒത്തിരി ഉണ്ട്. എന്നാലും ഞാൻ ചുരുക്കുകയാണ്. നമ്മളുടെ വെളിച്ചെണ്ണയുടെ ഉപഭോഗം, അല്ലെങ്കിൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഉപയോഗം കുറയ്ക്കാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ കിട്ടത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വെറും ഇഞ്ചൻ ഓയിൽ മാത്രമാണ്. ഈ ഇഞ്ചൻ ഓയിലും കൊണ്ട് നമുക്കുണ്ടാകുന്ന ആരോഗ്യ ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർട്ട് കംപ്ലൈന്റ് ഉണ്ടാകും, നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമ്മുടെ ശരീരത്ത് തന്നെ ഇൻഫ്ലമേഷൻ, അതായത് നമ്മളുടെ ശരീരം ഒരു യുദ്ധക്കളമായി മാറുകയാണ്. തന്മൂലം സ്കാറിങ്, പല പല രോഗങ്ങൾ, കിഡ്നി കംപ്ലൈന്റ്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്, അതായത് നാഡീവ്യൂഹത്തിന് കംപ്ലൈന്റ്, ലിവറിന് കംപ്ലൈന്റ്, ഇതൊക്കെയാണ് ഈ ഇഞ്ചൻ ഓയിലും കൊണ്ട് വരുന്ന കുഴപ്പങ്ങൾ. ഇഞ്ചൻ ഓയിൽ എന്ന് പറഞ്ഞാൽ പക്കാ മിനറൽ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്ന ഒരു വലിയ കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എങ്ങനെയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഹാര ശൈലിയിൽ നിന്നും വെളിച്ചെണ്ണ ഒഴിവാക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമ്മൾ തന്നെ തേങ്ങ മേടിച്ച് ഉണക്കി ആട്ടുന്ന ആ സ്ഥാപനത്തിൽ പോയി നോക്കി തന്നെ നിന്ന് ആട്ടി മേടിക്കുക, അല്ലെ അവർ മായം എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംരക്ഷണം നടന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബേക്കറി സംസ്കാരത്തെ പറ്റി രണ്ട് വാക്ക് പറയണം എന്നുണ്ട്. ഈ ബേക്കറി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം എല്ലാ ജംഗ്ഷനിലും ഇപ്പൊ കൂണ് പോലെ കെടുത്തു വന്നിരിക്കുകയാണ്. ബേക്കറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ബേക്കറിക്കകത്ത് ഒരു ഗുണമുള്ള സ്ഥാനം, ഒരു മനുഷ്യന് ഒരു ഗുണമുള്ള ഒരു സാധനം പോലും ബേക്കറിയിൽ വിൽക്കുന്നില്ല. എല്ലാം ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും ദൂഷ്യമായിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള വിഭവങ്ങളാണ് അവിടെയുള്ളത്. പഫ്സ്, ഡോണറ്റ്സ്, ബർഗേഴ്സ്, കുക്കീസ്, അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും ഈ ട്രാൻസ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ വരും തലമുറയെ ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു തലമുറയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്, അതായത് എളുപ്പം കഴിക്കാൻ ഉള്ള ആഹാരവും അല്ല രുചിയുള്ള ആഹാരവും നമ്മുടെ ദിനചര്യയിൽ നിന്നും ഒഴിവാക്കി വിശപ്പിന് മാത്രം ആഹാരം കഴിച്ച് ഒരു ആരോഗ്യ ജനതയെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരാ. ഇങ്ങനെ ഒരു ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മളുടെ ഭരണ സംവിധാനവും ജനങ്ങളുമായിട്ട് സഹകരിച്ച് പോണമെന്നുള്ള ഒരു ആശയം മാത്രമേ എനിക്കുള്ളൂ.